ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരു ന്യൂ ഇയർ, അതായത് പുതിയ വർഷത്തിലെ ആദ്യത്തെ ചലഞ്ച് കേട്ടോ. നമ്മൾ 6ാമത്തെ വർഷത്തിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ ചാനൽ 6 വർഷം തികയാൻ പോവാണ്. എന്നാണെന്നറിയാം? എന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്നറിയാം? 2020 കൊറോണ. അതല്ല, വർഷമല്ല. 6 വർഷം എന്ന് പറയാൻ പുറത്തോട്ട് പോയാൽ പോലും 6 കൊല്ലം. ഞാൻ പൊട്ടനാ? കൊറോണയ്ക്ക് മുമ്പായിരുന്നു നമ്മൾ തുടങ്ങി. ഏത് മാസം? ഓഗസ്റ്റ്. എനിക്കറിയത്തില്ല. അല്ലല്ല, ഓഗസ്റ്റ് അല്ല. നമ്മളെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? വീഡിയോ ഇട്ട് തുടങ്ങി. ഫസ്റ്റ് വീഡിയോ എന്നറിയാം? ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഒഫീഷ്യൽ ഷോർട്ട് ഫിലിം പറയുന്നത് മാറ്റാണ്. അല്ല, അതിന് മുന്നേ ആപത്തത് ഇവന്റെ വീഡിയോ ഇട്ടു. ടിക്ടോക്ക് അല്ല, ഇവന്റെ അത് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒഫീഷ്യൽ ഷോർട്ട് ഫിലിം പറയുന്നത് ജൂലൈ 13-14. അല്ല, ഫസ്റ്റ് വീഡിയോ ഞാൻ പറയാം മാർച്ചിലാ. ഓക്കെ, മാർച്ചിലല്ല, മാർച്ചിലാ. ലോക്ക്ഡൌൺ ആണെന്നപ്പോ നടക്കത്തില്ല. ലോക്ക്ഡൌൺ സമയത്ത് ഷൂട്ട്. താങ്കൾക്കറിയാവോ? ഏപ്രിൽ അടുത്തതിനുണ്ട് അയാള്. ഗൈസ്, അപ്പോൾ നമ്മള് ദാസപ്പനുണ്ട് കേട്ടോ. ദാസപ്പൻ നമ്മള് പേരിട്ടത് പേര് മറന്നു. ദാസപ്പന് വരാത്തോണ്ട് ദാസപ്പാപ്പി അല്ല, ഇത് വേറെ. ഗൈസ്, അപ്പോൾ ദാസപ്പനുണ്ട്. പിന്നെ ദാസപ്പ തൊണ്ട വയ്യ. അദ്ദേഹത്തോട്ടൊരു മത്സരത്തിനാണ് വന്നത്, പക്ഷെ നടക്കത്തില്ല. തൊണ്ട വയ്യ. പക്ഷെ എന്നാലും മത്സരമുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കും. കഴിഞ്ഞ നമ്മൾ സമ്മാനങ്ങളെല്ലാം കൊടുത്തിട്ട്, ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങൾ ഗിഫ്റ്റും കൊടുത്തു കേട്ടോ. എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷോർട്സിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചപ്പാത്തി കഴിക്കുന്ന ആരാണോ അവരെ നമ്മളിന്ന് കണ്ടെത്തും. ചപ്പാത്തി രാജ ആരാന്നാണ് നമ്മൾ 100 ചപ്പാത്തി മേടിച്ചിട്ടുണ്ട്. 100+. ആരാണ് കൂടുതൽ കഴിക്കുക നമുക്ക് നോക്കാം. 10 മിനിറ്റ് സമയം. ഇതേതാണ് ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ടോ? മനസ്സിലായി പറഞ്ഞു. ബേസിൽ ജോസഫിനെ പോലെ ഇരിക്കുന്നത് അങ്ങനെ വല്ലതും ഉണ്ടോ ബ്രോ? രണ്ടു ഗേൾസ് ആണ് പറഞ്ഞത്. എനിക്കൊന്ന് പുള്ളിയുടെ വൈഫിന്റെ ഫേക്ക് ഐഡി ആയിരിക്കും. ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല പുള്ളിക്കാരത്തി. ഫേക്ക് ഐഡി എന്ന് പറയാമല്ലോ, സ്വന്തം ഐഡി എന്ന് പറയാതെ. ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റത്തില്ല, എല്ലാവരും കാണത്തില്ല കേട്ടോ എപ്പോഴും. നമ്മളിപ്പോൾ ആഴ്ച ഒരു വീഡിയോ ഒക്കെ ഉള്ളൂ, 10 ദിവസത്തേക്ക് ഒരു വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സമയമുള്ളപ്പോൾ കുറച്ച് പേരൊക്കെ കാണത്തില്ല. അങ്ങോട്ട് മാറിയും മറിഞ്ഞൊക്കെ വരും. ദാസപ്പനാക്കിയാണ് അമ്മയ്ക്ക് വയ്യായിരിക്കും കുറേ ദിവസം. ദാസപ്പനും പിന്നെ അങ്ങനെ കുറച്ചല്ല 2 മാസം മേളായി. 2 മാസം മേളായി. അപ്പോൾ അങ്ങനെ ഒരാൾ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടത്തില്ല. ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ദാസപ്പൻ ഓൾറെഡി കഴിച്ചിട്ട് വന്നു, അവിടെ ഒരു വ്ലോഗ് എടുത്തിട്ട് വന്ന്. അതുകൊണ്ട് അദ്ദേഹം ഒത്തിരി കഴിക്കത്തില്ല. ടീമായിട്ട് മത്സരിക്കുന്നത് ഇദ്ദേഹം ഇല്ല കേട്ടോ. ടീമിൽ ആ ടീമിലുള്ളതെന്ന് പറഞ്ഞാൽ നന്ദുവളിനെ, പ്രവീണളിനെ, പിന്നെ ദാസപ്പൻ. ഇവര് 3 പേരും ഒരു ടീമോ? 3 പേരും ടീം. എന്റെ കൂടോ? ഇദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു ആളായിരുന്നു ഇദ്ദേഹം. പുള്ളി കൊടുത്തേക്കുന്ന വലിയ ആളാണ്. അതായത് നിങ്ങൾ കുറച്ച് മണി എടുത്താൽ ഇവിടെ അടുത്തുള്ള മണി. കഴിച്ച 10 മിനിറ്റാണ് നമ്മൾ വെറുതെ സംസാരിച്ച് പോകുന്നില്ല. അപ്പോൾ നമുക്കൊരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ച് കാണാം. നടക്കും. ലാസ്റ്റിലാണ് കയറുന്നത്. ആദ്യം കയറുന്നത് എപ്പോഴും കയറി തോക്കാറാൻ പെട്ടെന്ന് പിടിക്കാൻ. ഈസപ്പം ചിക്കനാണ്, ചപ്പാത്തിയും ചിക്കനുമാണ്. ചിക്കൻ മപ്പാസ്, അടിപൊളി ചിക്കൻ മപ്പാസും ചപ്പാത്തിയുമാണ്. സമയമില്ല, നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ഒരു Q&A ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം പുതിയ വർഷം, പുതിയ തുടക്കം, അടിപൊളിയായിട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകണം. ഇവിടെ ഭയങ്കര വിറ്റായിട്ടോ. ഇവിടെ ഇദ്ദേഹം കറക്റ്റ് അറിഞ്ഞില്ല. ആദ്യം ഇദ്ദേഹത്തെ ഇറങ്ങുന്നത് കേട്ടോ. അത് അപ്പം ഇദ്ദേഹത്തെ ഓരോ കോച്ചിങ് കൊടുക്കൂടെ. ഞാനുണ്ടല്ലോ ആദ്യം ഇദ്ദേഹത്തെ ഒരു ടീച്ചർ മത്സരത്തിന് വേണ്ടി മാനസികമായിട്ട് തയ്യാറെടുപ്പിക്കാൻ നോക്കും. പക്ഷെ ഞാൻ പരാജയപ്പെട്ടിരിക്കുക. പുള്ളി കോമഡി ആക്കിക്കൊണ്ടിരിക്കുക ഓരോ മിനിറ്റ് കളിയും. അല്ല, പേടിയുണ്ടോ പുള്ളിയെ? ഇവിടെ ഇതാണ് ചിക്കൻ മപ്പാസ്, ചിക്കൻ സ്റ്റൂ എന്നൊക്കെ പറയില്ലേ. മപ്പാസ് വേറെ 5 പീസ് ചപ്പാത്തി തിന്നണമെങ്കിലുണ്ടല്ലോ
ഇയാൾക്ക് എനിക്കൊരു 5 കിലോ ചിക്കൻ വേണ്ടി വരും. ഗൈസ് അപ്പം ഇവിടെ മത്സരം മുക്കും, കാരണം ഇവർ രണ്ടും ആദ്യം കയറുന്നത്, ഇവർ ലീഡ് അടിക്കും എന്നുള്ള സാധ്യത കൂടുതലാണ്. അയാൾ ഉടായ്പിൽ വേറെ ഇതിനെ എണ്ണ കേട്ടോ. അല്ല ബബ്ബയില്ലേ, ബബ്ബയ്ക്ക് അതിലെ ക്യാമിയ ലാലാട്ടില്ല, അതുപോലെ ദാസപ്പ ക്യാമിയ റോളാ ഇടയ്ക്ക് കയറി വരും കേട്ടോ, കേട്ടോ സഹായിക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറി കയറി കേട്ടോ. ഇവിടെ ഒരെണ്ണം കാച്ചി അഷറഫ് വലിച്ചു കയറുന്നു, പൊറോട്ട വലിച്ചു കയറുന്നു. ഗൈസ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ എടുത്തിരിക്കണം, മൂന്നാമത്തെ ഇവിടെ മൂന്നാമത്തെ ഇവിടെ മൂന്നാ കേട്ടോ, ഇവിടെ മൂന്ന്. അഷറഫ് ലീഡ് ചെയ്യുന്നു. അഷറഫ് രണ്ടു ആളാണ് അദ്ദേഹം. നാലാമത്തെ, അഷറഫ് എത്രാമത്തെ? അഷറഫ് ലീഡ് ചെയ്യുന്നില്ല. ബ്രീച്ച് ബ്രോയുടെ ടീം പുറകിലിരിക്കുന്നു, ലീഡ് ചെയ്യുന്നില്ല. 5 ബ്രീച്ച് ബ്രോ വളരെ വാത്സല്യത്തോടുകൂടി ഓടുന്നത്, ഓരോ വെള്ളം കൊടുക്കുന്നു, ഓരോ നെല്ലും. 5 നമുക്ക് എണ്ണാമല്ലോ, കുഴപ്പമില്ല. 30 അല്ലേ, ഒരു പ്രശ്നമില്ല. കറണ്ട് പോയിരിക്കാണ്, ആരെങ്കിലും ഡോസ് കറണ്ട് പോയിരിക്കാണ്. ഒന്ന് നിർത്താവോ? ബോസ് പ്ലീസ് ബോസ്. അപ്പൊ നമ്മള് 1 മിനിറ്റ് 34 സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്താണ്. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകും. കറണ്ട് വന്നു. 1 2 3 സ്റ്റാർട്ട്. ഏകദേശം 5 മിനിറ്റിന് ശേഷമുള്ള മത്സരമാണ്. 5 മിനിറ്റ് റെസ്റ്റ് കിട്ടിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കഴിച്ചോ എത്ര കഴിച്ചു? അഷറഫ് ചിരിപ്പിക്ക അയാള് കഴിച്ചപ്പം നമ്മുടെ സ്വന്തം ബീബി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചപ്പോൾ എത്രാമത്തെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, എത്ര എണ്ണം ഉണ്ടെന്ന് ഒരു പിടിയില്ല. ഇത് കറക്റ്റ് കണ്ടു കഴിഞ്ഞാല് എന്താണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. 8 എണ്ണം ബീബി ഇവിടെ 7 ആയില്ലേ? 7 എണ്ണം ലീഡ് ചെയ്യുന്നു. 7 എണ്ണത്തിൽ പുറകിൽ ലീഡ് ചെയ്യുന്നു. അഷറഫ് ലീഡ് ചെയ്യുന്നു പുറകിൽ. 2 മിനിറ്റ് ആയിരിക്കാണ്. 8 10 ആക്കണോടാ അതിനെ, 10 പേർ പോകാം. 8 to 10 പോകാം. 8 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് പോകും, പ്രശ്നമില്ല. എല്ലാവർക്കും മത്സരിക്കണ്ടേ? 2.5 മിനിറ്റ് ആയിരിക്കാണ്. 10 മിനിറ്റ് നമുക്ക് പോകാം കേട്ടോ. ഇല്ല, അഷറഫിന് തുല്യം അഷറഫ് മാത്രം 9 കഴിച്ച് പിന്മാറുന്നു. പുതിയ ചിലടത്തോണ് കഴിച്ചപ്പോ 9 എണ്ണം. അഷറഫ് മാറുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി ഇവരെ തല പറ്റിക്കാൻ. അഷറഫ് മാറിയിരിക്കുകയാണ്. എത്ര കഴിച്ചു? 10. ഇങ്ങനെ 10 പതുക്കെ മതി. 11 കഴിച്ചു. ഇല്ല, പതുക്കെ വെള്ളം കുടിക്കണം. 12 കൊടുത്തിരിക്കുന്നു. ഇവിടെ എത്രയായി? കൈസപ്പം ബിനീഷ് ബ്രോയുടെ ടീം പുറകിലായിരിക്കുകയാണ്. നന്ദുപോലെയും 13ാമത്തെ തലയിൽ പാൻ കയറല്. 13ാമത്തെ 14 എടുക്കുന്നു. അവിടെ കണക്കില്ല. ചപ്പാത്തി, അതാണ് ലക്ഷ്യം. ചപ്പാത്തി ഏറ്റവും കൂടുതൽ കഴിക്കുക, അതാണ് ലക്ഷ്യം. ചിക്കൻ അല്ല, ചപ്പാത്തി. 13. അവിടെ 15ാമത്തെ എടുക്കുന്നു. ഇല്ല. അഷറഫ് അവിടെ എണ്ണുന്നു. ആര് തീർക്കുന്നല്ല ആ സമയത്ത്. 4.5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് കോസ്റ്റ് ഇവിടെ എത്ര? 15 കംപ്ലീറ്റ് ആയില്ല. ഇവിടെ 15 കംപ്ലീറ്റ് ആവുന്നു. എന്ത് പെട്ടെന്നാണ്, എന്ത് വേഗതയിലാണ്. 15 എണ്ണം. ബിനീഷ് ബ്രോ ചാടിക്കേറി. യെസ്, ബിനീഷ് ഇഞ്ചോടിഞ്ച് മത്സരം. 15-15. ഒരു പക്ഷേ
ബബ്ബയിൽ മമ്മൂട്ടിയല്ലോ മോഹൻലാൽ വന്നതുപോലെ ദാസപ്പൻ വന്നൊരു പിടിപിടിച്ച് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുമോ അറിയില്ല നമുക്ക്. 10 മിനിറ്റ് 10 മിനിറ്റ് ക്ലോസ് ഇങ്ങോട്ട് 5 മിനിറ്റ് മത്സരം മുറുകുന്നു. അഷ്റഫ് ചിക്കൻ കറി ഇല്ല, പുള്ളി കറി എല്ലാം കഴിച്ചു, പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പുള്ളി കറി മൊത്തം കഴിച്ചു. അതെ 10 മിനിറ്റിൽ ആരാണ് ഏറ്റവും കൂടുതൽ 10 മിനിറ്റിൽ ഇവിടെ കറി മാത്രമേ ഉള്ളൂ. വിനീഷ് ബ്രോ 20ാമത്തെ പിടി 20ാമത്തെ വിനീഷ് ബ്രോ 18 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നന്ദു 18ാമത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 19ാമത്തെ വിനീഷ് ബ്രോ എടുക്കുമ്പോൾ നന്ദു 18ാമത്തെ എടുക്കുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ദാസപ്പൻ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിൽക്കുകയാണ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അദ്ദേഹം കടന്നു വരും. അതാണ് ഈ മത്സരത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത. പേടിക്കണം. 20 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വിനീഷ് ബ്രോ. 20 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഞ്ചോട് നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും ഹരമായ ഒരു മത്സരമാണ് ഇത്തവണ നമ്മൾ ചെയ്യുന്നത്. നന്ദു 20 കഴിച്ച് തീർക്കുന്നേ ഉള്ളൂ. 20 ചാറ് കൊടുത്തോടെ 20ാമത്തെ ലീഡ് ചെയ്യുന്നു. ദാസപ്പൻ കാമിയ റോൾ ഇറങ്ങുന്നു. സമയം ഇതിന് സമയം 20 കംപ്ലീറ്റ്. ദാസപ്പൻ 7 മിനിറ്റിൽ ദാസപ്പൻ തിരിക്കണം. 7 മിനിറ്റിൽ ദാസപ്പൻ 7 മിനിറ്റിൽ ദാസപ്പൻ 7 മിനിറ്റിൽ ഇത് കഴിച്ച 25 ഇവിടെ 22 നമ്മൾ ദാസപ്പൻ മോഹൻലാലിന്റെ കൂടെ ക്യാമറ റോളിൽ ഇറങ്ങിയിരിക്കുകയാണ്. 5 എണ്ണത്തിലുള്ള പിടിയാണ്. 5 എണ്ണം വെച്ച് കൊടുക്കരുത് കേട്ടോ. 5 എണ്ണം കൊടുത്താൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ 25 കഴിച്ച് തീർത്തോണ്ട് 25 ഇവിടെ കഴിച്ച 25 കേട്ടോ. ആയിട്ടില്ല, മത്സരമായിട്ടില്ല. ദാസപ്പൻ 25 ലീഡ് ചെയ്യുന്നു. ഒറ്റയടിക്ക് 5 എണ്ണം. ഒറ്റയടിക്ക് 23 ആയിരുന്നു, ഇവിടെ 20 എത്തിയുള്ളൂ. ഒറ്റയടിക്ക് 5 എണ്ണം ദാസപ്പൻ. അവസാന 5 എണ്ണം. അഷ്റഫ് ചാറ് കൂട്ടിയാലും കുഴപ്പമില്ല. അവസാന 5 എണ്ണം. അവസാന സമയം 5 എണ്ണം കൊടുത്താ ഒന്ന്. ഓക്കെ ലാസ്റ്റ് 5 എണ്ണം. അവസാന 5 എണ്ണം. 5 എണ്ണം. അവസാന 5 എണ്ണം. 10 മിനിറ്റിലേക്ക് മത്സരം പോകുന്നു. ഷവർമ റോളാക്കി 8:40 വിട്ട കേട്ട് ഈ 10:30 ഇത് കഴിയുമ്പോ ഇതാണ് ഇത് കഴിച്ചത് ആര് തീർക്കുന്നു അവർക്ക് വിജയി. അഷ്റഫ് കഷ്ടപ്പെടുന്നുണ്ട് ചാറിന് വേണ്ടി. കാരണം അഷ്റഫാണ് കൂടുതൽ. ഇവർക്ക് സെയിം തുല്യമായിട്ട് ചാറ് കൊടുത്തിട്ട് ഇവരത് മാനേജ് ചെയ്ത് അവരോട് മാനേജ് ചെയ്തില്ല. 5 മത്സരം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. 30 ചപ്പാത്തി ചിക്കൻ പിടിച്ചിട്ട് 30 ചപ്പാത്തി. ദാസപ്പനാണോ ഇല്ല? ആരാണ് അഷ്റഫ് ചാറ് കൊടുക്കുന്നു. 9.5 മിനിറ്റ് ആയിരിക്കണം. നമുക്ക് ഇത് കംപ്ലീറ്റ് ഇറക്കണ്ടേ. വിനീഷ് ബ്രോയ്ക്ക് ആ ഒരു പീസ് മാത്രം, ആ ഒരു ചെറിയ പീസ് മാത്രം ഇല്ല, പറ്റത്തില്ല. ആരാണ് ആ വിജയ്? ആരാണ്? അത് ഞങ്ങളാണോ? ഓ എന്തൊരു മത്സരം. അല്ലല്ല, നന്ദു 20ാമത്തെ കഴിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ 23ആയി. അതെ 25. നിങ്ങൾ 25 ആയപ്പോ അവിടെ 25. അപ്പൊ എത്ര കഴിച്ചത്? 8 എണ്ണം. ചാറ് പക്ഷെ കൂടുതൽ കഴിച്ചു പുള്ളി. ചാറില്ല, ഏറ്റവും കൂടുതൽ ചാറ് കഴിച്ചത്. അല്ല പീസ് കൊടുക്കുന്നു ഇടയ്ക്കൊക്കെ. എന്തിനാന്ന് മനസ്സിലായില്ല. പുള്ളി കഴിക്കാതിരിക്കാൻ വേണ്ടിയാണോ? അല്ലല്ല എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. താങ്കൾ ഇന്നും വന്ന് പറയും ഇത് ഇയാളെ തോപ്പിക്കണമെന്ന്. അതൊരു ടീമായിട്ട് തോപ്പിച്ചാൽ മതി. ഇയാൾ ആഗ്രഹം നാടിയ സത്യം അത് എന്നോട് പറയും ഇയാളെ തോപ്പിക്കണം. ആഗ്രഹം സാധിച്ചില്ലേ? പിന്നെ ഇവിടെ ഒരു 3 എണ്ണം കൂടെ തിന്നിരുന്നെങ്കിൽ ഞാൻ ജയിക്കത്തില്ലുള്ളൂ. അത് പോട്ടെ. ഇനി വന്നു വല്ലതും പറ. കണ്ണി മുളയേറിയുണ്ട്.
എന്തായാലും 30-60 ചപ്പാത്തി നമ്മൾ 10 മിനിറ്റ് കഴിച്ചു. 22 ഒറ്റയടിക്കാ കഴിച്ചത്. 25 കഴിക്കായിരുന്നു. അല്ല ഇവിടെ കളി മാറിയത് ഇവിടെ ഗസ്ട്രോള് ക്യാമിയോ അറിയുന്നു. 5 വെച്ച് ചുരുട്ടി 2 അതെ. ക്യാമിയോ കാഴ്ചയിലേക്ക് കൂപ്പ് അല്ല ഞാൻ ചോറ് ദാസപ്പൻ. അല്ല അവൻ അവിടുന്ന് 5 പരിപാടി കറണ്ട് കാണിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ കറണ്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കറണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വെട്ടമില്ലാത്തൊരു ഇതാണ്. അപ്പം ഇന്നത്തെ വിജയ് എന്ന് പറയുന്നത് ദാസപ്പൻ കമ്പനിയാണ്. യെസ്. ആൻഡ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് നിങ്ങളോ? മാൻ ഓഫ് ദി മാച്ച് ടോപ്പ് സ്കോറർ ബിനീഷ് ബ്രോ. എന്നെ തോപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 10 ദാസപ്പൻ കഴിച്ചു. ഞാൻ 11. ഞാൻ 9. 8. കലേഷ് ബ്രോ പറഞ്ഞത് ബിനീഷ് ബ്രോയെ തോപ്പിക്കണമെന്ന് പറഞ്ഞോണ്ടാ ഇന്ന് വന്നത്. തോപ്പിച്ചു. അത് പുള്ളി ചെയ്തിട്ടുണ്ട്. മാർഗം ലക്ഷ്യമല്ലോ, ലക്ഷ്യമാണ് പ്രധാനം. അത് പുള്ളി ചെയ്തിട്ടുണ്ട്. ബേസിൻ ജോസഫ്. അത് ഇവരുടെ പേര് ബേസിൻ. കമന്റ് ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. തെറിവുള്ള ആൾക്കാരെ കേട്ടോ. സത്യം പറ, അത് നിങ്ങളുടെ പാവം പിടിച്ചെന്നെ അവസ്ഥയാണ്. പാവം പിടിച്ചാട്ടോ. ആണോ? സത്യം പറ. എടോ സമയമില്ലടാ, വെട്ടമില്ല. ആൾക്കാർ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.